ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഈദ് മുബാറക്. അപ്പോൾ കുറച്ച് ഡിലേ ആയിപ്പോയി നമ്മുടെ വീഡിയോസിനൊക്കെ, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞിരുന്നത് മിന്നുവിൻ്റെ പുതിയ ഹോസ്പിറ്റലിലേക്കുള്ള പോക്കും കാര്യങ്ങളായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവിടുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. മലങ്കര, കുന്നംകുളം മലങ്കര ഹോസ്പിറ്റലാണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ വഴിയെ കാണാം. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ്. ഇതാണ് മിന്നുവിൻ്റെ യൂണിഫോം, മലങ്കര ഹോസ്പിറ്റല്. അപ്പോൾ നമുക്ക് ഇനി ഹോസ്പിറ്റലിൽ പോലെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് കിടക്കുന്നതാണ്. ഇതാണ് കവാടം ഹോസ്പിറ്റലിൻ്റെ. ഓക്കെ, കാണിക്കുന്ന പേര് മലങ്കര ഹോസ്പിറ്റൽ. ഓക്കെ, ഇതാണ് ഹോസ്പിറ്റൽ. കാണില്ല ഹോസ്പിറ്റൽ. ഇത് നമ്മുടെ മലങ്കര മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഒരു ക്യാൻറ്റീനാണ്. ഇത് ക്യാൻറ്റീൻ കാരണം ഇവിടെ കണ്ട മുകളിൽ പുതിയതായിട്ട് ഇത് തുടങ്ങിയതാണ്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറൊക്കെ നല്ല അടിപൊളി ഇതാണ് കേട്ടോ. ഈ കാലത്തുള്ളതൊക്കെ കഴിക്കും. നല്ല പീസ്ഫുൾ ഏരിയയാണ്. അത് എന്താ പറയുക, ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ സുഖമായിട്ടിരുന്ന് കഴിക്കാം. ഇത് നമ്മൾ താഴത്തെ സാധാരണ ഒരു ഉണ്ടായിരുന്ന ഹോട്ടലാണ്. ഇവിടെ നല്ല തിരക്കാണ്. ഇതിന് മുകളിൽ നല്ല തിരക്കുറവും നല്ല സ്പേസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇത് പിന്നെ നമ്മുടെ കുന്നംകുളത്താരുടെ സ്വന്തം അടുപ്പട്ടി പള്ളി, പുണ്യാളുടെ സ്വന്തം പള്ളി. ഇവിടെ എല്ലാവർക്കും അറിയാമെന്ന് ചോദിക്കണം. ഇവിടുത്തെ ഉത്സവം ഗംഭീരമാണ് കേട്ടോ, അടുപ്പട്ടിപ്പള്ളി പെരുന്നാൾ. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിന്നുവിന് ഇപ്പോൾ ആകെ ഒരു യൂണിഫോമോ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത യൂണിഫോം ആകണം. അപ്പോൾ അവിടേക്ക് പോകണ വഴിയാണ്. ഓക്കെ, നമുക്ക് അത് വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ പോണ വഴിയിലാണ് നമ്മുടെ തറവാടുള്ളത്. അപ്പോൾ തറവാട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഞങ്ങളൊക്കെ 5ാം ക്ലാസ് വരെ, ഞാനൊരു 5ാം ക്ലാസ്സിൻ്റെ അനിയന് ഒരു 1ാം ക്ലാസ് വരെയൊക്കെ നിന്നിരുന്നത് ഈ വീട്ടിലാണ്. ഇന്നിപ്പോൾ എൻ്റെ വീട് കാണിച്ചു തരാം. അതായത് പപ്പയുടെ വീട്. ചെറുപ്പത്തിൽ ഞങ്ങൾ നിന്നതാണ് ഇതൊക്കെ. ഇതാണ് നമ്മുടെ വീട്. ഇവിടെ ആരും താമസമില്ല. ഇതാണ് തറവാട് വരുന്നത്. ഇവിടെ ആയിരുന്നു ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ. ഇവിടെ ആരും താമസമില്ല. പപ്പയുടെ അമ്മയൊക്കെ നമ്മുടെ വീട്ടിലാണ്. ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ അടുപ്പട്ടിപ്പള്ളി പെരുന്നാളൊക്കെ കാണുക കേട്ടോ. ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ അടുപ്പട്ടിപ്പള്ളി പെരുന്നാളൊക്കെ കാണുക, തറവാട്ടിലിരുന്നിട്ട്. അപ്പോൾ എല്ലാവരും പപ്പയുടെ ആയാലും അല്ലെ പെങ്ങന്മാരും കാര്യങ്ങളൊക്കെ എല്ലാവരും വരും. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ പെരുന്നാൾ കാണാം. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിലൂടെ ആണ് കേട്ടോ ഒരുപാട് കമ്മിറ്റികൾ, ആനയും ബാൻഡ് സെറ്റും ശിങ്കാരിമേളൊക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോവുക. നമ്മൾ തറവാട് ഈ വഴിക്ക് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇങ്ങനെ നേരെ അടുപ്പട്ടി പള്ളിയിലേക്കുള്ള വഴിയാണിത്. ഓക്കെ, ഇതിനാണ് ഒരുപാട് കമ്മിറ്റികളൊക്കെ പെരുന്നാൾ കയറി വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തങ്ങനെ. അപ്പോൾ വന്നപ്പോൾ കുറച്ച് നേരമായി. പോസ്റ്റാണ്, ആരുമില്ല. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം ഇവിടെ. നോക്കട്ടെ ആരെങ്കിലും വരുമെന്നൊക്കെ. ഇവിടെയാണ് ഫസ്റ്റ് യൂണിഫോം നമ്മൾ തയ്ച്ചെടുത്തത് കേട്ടോ. അപ്പോൾ സെക്കൻഡ് യൂണിഫോമിലാണ് വന്നിരിക്കണേ. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. താങ്ക് യു. അങ്ങനെ ഇന്നല്ല 2 ദിവസം മുന്നേ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങൾ ഇന്നാണ് ഇപ്പോൾ കേക്ക് ചേർത്ത് തന്നെ വെച്ച് കട്ട് ചെയ്യണേ. അപ്പോൾ മൂപ്പരുടെ ഡ്രസ്സ് മാറുന്ന തിരക്കിലാണ് അവിടെ. താങ്ക് യു. അപ്പൊ നമുക്ക് കേക്ക് കട്ടിയല്ല ചെക്കമ്മേ. ഡ്രസ്സ് മാറിയിട്ട് ഡ്രസ്സ് മാറില്ല കേട്ടോ. അപ്പൊ നമുക്ക് കേക്ക് കട്ടിയിലേക്ക് പോവാം. അപ്പൊ ബർത്ത്ഡേ 2 ദിവസം മുന്നേ ആയിരുന്നു, പക്ഷെ കട്ട് ചെയ്യുന്ന തിന്നാണ് കേട്ടോ. ഡ്രസ് ഇടാ ഞാൻ. അപ്പൊ ചിക്കമ്മയ്ക്ക് ഡ്രസ്സ് മാറിച്ചിട്ട് വരാം കേട്ടോ. ഇത് വേണോ ചിക്കുനി? ഈ ഡ്രസ്സ് വേണോ? അപ്പൊ ഇനി എന്തിനാ ഉടുപ്പ്? എന്തിനാ ഉപ്പ് വേണോ? അപ്പൊ ഇതെങ്ങനെ ഇട്ടാ പറയേ? ഇതെങ്ങനെ ഇട്ടാ ഡ്രസ്? ഈ ഡ്രസ് എങ്ങനെ ഇട്ടാ പറയേ? നീ അവിടെക്കാ. അപ്പോൾ ഞാൻ ഇടിപ്പിക്കില്ലാട്ടാ, ഡ്രസ് ഇടിപ്പിക്കില്ലാട്ടാ. ശരി, ഞങ്ങൾ കേക്ക് മുറിക്കട്ടെ. ശരി ഇട്ട് ചിക്കോ. കുട്ടി വാ ഡ്രസ് മാറാ. വാ അങ്ങോട്ട് ഇറങ്ങി വാ. കൊണ്ടുപോകുന്നു പപ്പയ്ക്ക് ഡ്രസ് മാറണ്ട, നീ ഡ്രസ് മാറി. വാ വരണ്ടത് മിന്നു കേക്ക് എടുത്ത് വെച്ചിട്ട് വേഗം വാ. ആളെ എളുപ്പമല്ല ഡ്രസ് മാറിക്കാൻ വിളിക്കാം. വാ ഡ്രസ് മാറിയിട്ട് പോവാം. നമുക്ക് ഫാനോടെ ഇട്ട് ഡ്രസ് മാറാ. വാ
കേട്ടാ അത് പോരാ പോരാ നിനക്ക് പോരാ ഡച്ചൂരില്ല നമുക്ക് ഡച്ചൂർ ഇട്ടിട്ടില്ലേ ഓക്കെ ഓക്കെ പറയണേ ഓക്കെ ഓക്കെ എന്താ സുന്ദരി പപ്പ കാരണം എന്തേ പപ്പ സുന്ദരി പപ്പ എന്താ കാരണം പപ്പയുടെ ബർത്ത്ഡേയാ ഓക്കെ ഡച്ച് മാറി അപ്പോ ഹായ് ഇപ്പൊ ഇതിലാരുടെ ബർത്ത്ഡേ കുട്ടിയുടെ ബർത്ത്ഡേ പപ്പയുടെ ബർത്ത്ഡേ പപ്പയുടെ കുട്ടികളുടെ ഡച്ച് മാറിയേക്കണേ മുടി ഇട്ടാ പപ്പയുടെ അല്ലേ ബർത്ത്ഡേ ആളോട് ഭയങ്കര തിരക്കിലട്ട മേക്കപ്പ് ആളുടെ ബർത്ത്ഡേ പോലെയാണ് ചോദിക്കാ എല്ലാവരും വരാൻ പറഞ്ഞ കേക്ക് കഴിക്കാൻ പറഞ്ഞ എല്ലാവരും വരാൻ തന്നെ പറയ ചിക്കമ്മേ എന്ത് മുടി ചിക്കുന്നത് ചെറിയൊരു ഡിസൈനിങ് അതെ വന്നിട്ട് ഓടി വന്നിട്ട് ആരെ ബർത്ത്ഡേ ഇതിപ്പോ ഹാപ്പി ന്യൂ ഇയർ ആരെയാ ഇതിലേക്ക് നോക്ക് ഇതിലേക്ക് നോക്കിട്ട് പാട് ഹാപ്പി പാടിയ താങ്ക് യു ഒരു മടി ഒരു മടി കേക്ക് മുറിക്കാം നമുക്ക് കേക്ക് മുറിക്കാം ഓക്കെ പറഞ്ഞ എല്ലാവരും വരാൻ പറഞ്ഞ കഴിക്കാൻ എല്ലാരും വന്നേ എല്ലാരും വന്നറി ചക്കര വേണം ശരി ശരി ഉടുപ്പ് മാറി എന്താ ചെക്കൻ നീ പറഞ്ഞേ ഹായ് പപ്പയുടെ ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു തന്നെ ഓവർടേക്ക് അല്ലേ ഓക്കെ മുറിക്കാം ഹാപ്പി ബർത്ത്ഡേ എടുത്തോട്ടോ ഹാപ്പി ബർത്ത്ഡേ അത് ഞാൻ മുറിക്കി ഇങ്ങനെ എടുക്കും പപ്പയ്ക്ക് കൊടുത്തത് ഞാൻ ചിക്കുക പപ്പയ്ക്ക് കൊടുത്തത് ഞാൻ പപ്പയ്ക്ക് കൊടുത്ത എങ്ങനെയുണ്ട് ചിക്ക നല്ല ടേസ്റ്റാ ടേസ്റ്റ് ഉണ്ട് ചിപ്പ സൂപ്പർ സൂപ്പറാന്ന് നോക്കിട്ട് കഴിച്ചോ ചിക്കമ്മ കഴിച്ചോ നീ മിന്നിനോടുക്ക അപ്പൊ ചെറിയൊരു കേക്ക് കട്ടിങ് കഴിഞ്ഞു എന്റെ ബർത്ത്ഡേ പിന്നെ കാട്ടിക്കോ ചെറിയ കേക്ക് കട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അളിയനും അപ്പച്ചനും ഉണ്ട് ഇവിടെ, പക്ഷെ അവര് പുറത്താണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയായിരുന്നു. നമുക്ക് 2 ദിവസം മുന്നാട്ടോ എൻ്റെ ബർത്ത്ഡേന്ന് 15-ാം തീയതി. പക്ഷെ കട്ടിങ് 2 ദിവസം കുറച്ച് തിരക്കായി. അതായത് ഉണ്ണിക്ക് കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, കുറച്ച് ഹോസ്പിറ്റലൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഫ്രീ കിട്ടിയത്. പിന്നെ ആളോട് പറഞ്ഞായിരുന്നു നമ്മൾ കേക്കിൻ്റെ കാര്യം. അപ്പോൾ ഇപ്പോഴൊന്ന് ഫോൺ വിളിച്ചിട്ട് പറയാം, പപ്പ കുട്ടിച്ച് കേക്ക് കട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കേക്ക് കട്ടിങ് ആക്കിയത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.